നമസ്കാരം. നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോയിൽ എല്ലാവരും കണ്ടായിരിക്കും അല്ലേ, കുറ്റിപ്പയറിൻ്റെയും വള്ളിപ്പയറിൻ്റെയും വീഡിയോ കണ്ടല്ലോ. അപ്പോൾ നമ്മളിന്ന് വള്ളിപ്പയറിൻ്റെ ഒരു നമ്മൾ വിളവെടുപ്പ് നടത്താൻ വേണ്ടി പോവാണ് കേട്ടോ. എന്നാ ചോദിച്ചു നമ്മൾ വിളവെടുക്കാൻ പോകുന്നത്? എന്നെ കമ്പ് സൂക്ഷിച്ച് പിടിച്ചോണം കേട്ടോ. എന്നാ വിളവെടുക്കാൻ പോകുന്നേ? എന്നാന്ന് പറഞ്ഞേ? കറി വെച്ചാൽ വള്ളിപ്പയർ. എല്ലാവരും കാണിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും കണ്ടതാണ് അല്ലേ, വള്ളിപ്പയർ ഉണ്ടായി കിടക്കുന്നത് കണ്ടായിരുന്നു. അത് വിളവെടുക്കാറായിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലാത്തവരുടെ അറിവിലോട്ട് ഒരു കാര്യം കൂടി പറയണത്, നമ്മൾ ഈ തോട്ടത്തിലെ കാടൊന്നും ഇനി പറിക്കുന്നില്ല. കാരണം ഇത് നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ഒത്തിരി മാറിയുള്ളൊരു പറമ്പാണ്. അപ്പോൾ ഇവിടെ നമുക്ക് വെള്ളമൊക്കെ കൊണ്ടുവന്ന് ഒഴിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം ഈ ഒരു കൃഷി കഴിഞ്ഞാൽ നമ്മൾ നിർത്തുവാണ്. അത് പിന്നെ അടുത്ത സീസൺ ആകുമ്പോഴുള്ളൂ കേട്ടോ. കണ്ടോ എൻ്റെ വള്ളിപ്പയർ കിടക്കുന്നത് കണ്ടോ? നല്ല രസമുണ്ടല്ലേ. എന്നാ ചോദിച്ചു ഞാൻ ഇതുണ്ടോ? എന്താ ഇത് പിടിച്ച് എല്ലാവരും കാണിച്ചു കൊടുത്തേ. നമുക്ക് ഇങ്ങനെ മൊത്തം പറിക്കാം കേട്ടോ. ഇതുണ്ടോ, ഇങ്ങനെ ഇതെല്ലാം ഇങ്ങനെ വളഞ്ഞിങ്ങനെ കിടക്കുവാണ് കേട്ടോ. അതെല്ലാം വലുതായിട്ടുണ്ട് നമുക്ക് വിളവെടുക്കാനായിട്ട് കേട്ടോ. ഇങ്ങനെ എല്ലാം നല്ല നീട്ടത്തിൽ ആയി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് കറി വയ്ക്കാനായിട്ട് ഇതിനെല്ലാം നമുക്കൊന്ന് പറിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ വിളവെടുത്തുകൊണ്ടിരിക്കുവാണ് കേട്ടോ. കണ്ടോ, നല്ല കാറ്റൊക്കെ ഉണ്ട് കണ്ടോ. വേണ്ട നല്ല ജോഷു ഇവിടെ ഇട്ടിട്ട് ഞാൻ നല്ലതെന്ന് പറയാം. ജോഷുവിന് ഇവിടെ ഞാൻ പറിച്ചു കൊടുത്തിട്ട് ഇട്ടിട്ട് പോയേ. ഇതൊക്കെ ആയി വരുന്നുള്ളൂ കേട്ടോ. കണ്ടോ കിടക്കുന്ന കണ്ടോ. ഇതിന് തൊട്ടടുത്ത് തന്നെ ഉണ്ട് കേട്ടോ നമ്മുടെ കുറ്റിപ്പയർ. അതിൻ്റെ മേളത്തെ പറമ്പിൽ തൊട്ടിക്കൂടെ ഉണ്ട് കേട്ടോ കുറ്റിപ്പയർ നിൽക്കുന്നുണ്ടേ. അത് നമ്മൾ കഴിഞ്ഞ ദിവസം കടയിൽ കൊണ്ടുപോയി കൊടുത്തായിരുന്നു. നമ്മുടെ തൊട്ടടുത്തുള്ള കടകളിലൊക്കെ 40 രൂപയാണ് കിലോയ്ക്ക് കേട്ടോ. അപ്പോൾ ഒരു കടയിൽ നമ്മൾ 3.5 കിലോ ഉണ്ടായിരുന്നു, ഒരു കടയിൽ കൊടുത്തു. മറ്റേ കടയിൽ നമ്മൾ കൊടുത്തപ്പോൾ 2.5 കിലോ ഉണ്ടായിരുന്നു. 40 കിലോയ്ക്ക് 40 രൂപ വെച്ച് നമുക്ക് കിട്ടി. നല്ല പയറായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇനി നമ്മൾ അടുത്ത വിളവെടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം അതിൻ്റെ മൊത്തം വിളവെടുത്ത് മൂത്തതെല്ലാം വിളവെടുത്ത് നമ്മൾ കൊണ്ടുപോയി കൊടുത്തു 2 കടകളിലായിട്ട്. അപ്പോൾ നമ്മൾ പുറമേ നിന്ന് ആൾക്കാർ മേടിക്കാൻ പോകുമ്പോൾ നമുക്കറിയാമല്ലോ അതിൽ കൂടുതൽ വിലയായിരിക്കും. പക്ഷെ നമുക്ക് കിട്ടിയത് 1 കിലോയ്ക്ക് 40 രൂപ വെച്ചാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ വിത്തിനിടുവാണേ കണ്ടോ. പിന്നെ കുറച്ചൊക്കെ നമ്മൾ അതിനകത്ത് നോക്കി പറിക്കുവാണ്. നമുക്ക് നോക്കാം. അത് കണ്ടോ, നമ്മുടെ പയറിനകത്ത് ഏറ്റവും വില്ലന്മാരായിട്ട് വരുന്ന സംഭവമാണ്. അത് നോക്കിക്കുക, നമ്മുടെ യോനാനുറുമ്പ്. ഈ യോനാനുറുമ്പ് വന്നിട്ട് വരുവാട്ടോ കേട്ടോ. അവരിതേ കണ്ടോ ബ്ലാക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടോ നോക്കി അറിയാം. കണ്ടോ ഈ യോനാനുറുമ്പ് വന്നിങ്ങനെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടി കണ്ടോ. അത് നശിപ്പിക്കുവാണ്. അതിൻ്റെ കുഞ്ഞ് കീടങ്ങളൊക്കെ വന്നേക്കുന്നുണ്ട്. ഇത് ഇനി ഇത് ഇച്ചിരി കഴിയുമ്പോൾ പുഴുവായി മാറും. എന്നിട്ട് കണ്ടോ ഇത് കുഞ്ഞ് ബ്ലാക്ക് ആയിട്ടിരിക്കുന്ന ഒരു കുഞ്ഞ് പ്രാണിയായിട്ട് ഇവരിങ്ങനെ മുട്ടയിട്ട് വയ്ക്കുമെന്ന് എനിക്ക് തോന്നേ. എന്തോ ആ മുട്ടയാണ്ട് വിരിഞ്ഞ് ഈ ബ്ലാക്ക് കളറിലോട്ട് അങ്ങോട്ട് വരുവാന്ന് തോന്നുന്നു. എന്നിട്ട് ഇത് നമ്മൾ നാളെ വരുമ്പോൾ ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ കണ്ടോ ഈ വെള്ള ഇത് തന്നെ ഈ വെള്ള കളറ് ഉണ്ടോ. ഇത് ഈ വെള്ള കളറായിട്ടിരിക്കുന്നത് ഈ ബ്ലാക്ക് കളറിലോട്ട് വരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ നാളെ വരുമ്പോൾ ഈ പയറെ നമ്മളിപ്പോൾ ഒന്നും ശ്രദ്ധിക്കുന്നില്ല എന്ന് വെച്ചാൽ ഇങ്ങനെ കിടക്കുക. നാളെ ആകുമ്പോഴത്തേക്ക് ഈ ഇരിക്കുന്നതെല്ലാം കൂടി ഒരു കുഞ്ഞ് പുഴുവായിട്ട് രൂപപ്പെട്ട് ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൂടെ കയറി കുറേ തുളയൊക്കെ ആയിട്ട് ഇങ്ങനെ വെച്ച് ഈ പയർ മണിയുണ്ടല്ലോ അതിനെ കയറി കടിച്ച് തിന്ന് ഇതെല്ലാം നശിപ്പിക്കും. ഇമാർ വില്ലന്മാർ. അപ്പം നമുക്കൊരു ഇല പറിച്ചിട്ട് നമുക്കതിനെ പൂത്ത് കളയാം. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ പിടിയിൽ നോക്കുന്നത് നമ്മൾ കണ്ടോ. ഇപ്പോൾ ഇത് ഇന്നായതുകൊണ്ട് നമ്മളിപ്പോൾ ഇങ്ങനെ ഇത് കണ്ടതുകൊണ്ട് നമ്മുടെ പയറിന് ഒരു കേടുപാടും സംഭവിച്ചിട്ടില്ല കേട്ടോ. കണ്ടോ ഒരു കുഴപ്പമില്ല നമ്മുടെ പയറിന്. നാളെ ആയി കഴിഞ്ഞാൽ കണ്ടോ ഇത് പതുക്കെ അവർ തുറന്നു കയറാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അതിൻ്റെ നിറവ്യത്യാസം അതൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളിത് തനി ജൈവ ഇതായതുകൊണ്ട് നമുക്ക് ഈ പറയുന്ന പോലെ
വേറെ ഉപ്പുവെള്ളത്തിലൊന്നും ഇടേണ്ട ആവശ്യമില്ല. കണ്ടോ ഇവിടെ ഈ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ യോനാനുറുമ്പ് വന്നിട്ട് ഈ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഇവർ കാണിച്ചു കൂട്ടുന്നത്. നമ്മുടെ പയറിനെ നശിപ്പിക്കാനായിട്ട് ഇവരിങ്ങനെ മുട്ടയിട്ട് ഇവന്മാരാണ് ഒരു വില്ലന്മാർ. കണ്ടോ ഈ ഉണ്ടായി വന്നേക്കുന്ന ഈ കുഞ്ഞി പയറിനെ വരെ കണ്ടോ. അപ്പോൾ അങ്ങനെ ഒരു സംഭവം. വില്ലന്മാർ അപ്പോൾ ഇങ്ങനെ ഇതുണ്ടോ ഈ പൂവേൽ വരെ ഇങ്ങനെ വരുവാണ്. അവരവരുടെ പണി ഭയങ്കര പണിയെടുക്കുവാണ് അവർ. കണ്ടോ നോക്കിക്കേ. നമ്മൾ ഈ തോട്ടത്തിൽ എല്ലാ ദിവസവും ഇല്ലെങ്കിൽ ഇവന്മാരുണ്ട് എല്ലാ ദിവസവും കാവലായിട്ട്. ശരിക്കും പറഞ്ഞാൽ അവരുടെയും കൂടെയല്ലേ അല്ലേ, അതായിരിക്കും അവർ നോക്കുന്നത്. അവരെന്തോ കൃഷി ചെയ്തിട്ട് അവർ പരിപാലിക്കുന്ന പോലെയാണ് അവരുടെ ഇത്. കണ്ടോ ഇത് ഈ തണ്ടയിലും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിന് നമ്മുടെ ഒത്തിരി ആയി തുടങ്ങിയിട്ടുണ്ട് പതുക്കെ. അപ്പോൾ നമുക്കതിന് ജൈവ കൂട്ടൊക്കെ ഉണ്ട്. നമുക്ക് ഒരു ദിവസം പറഞ്ഞുതരാം കേട്ടോ. ആ മരുന്ന് നമ്മൾ ചെയ്യുന്നത് ജൈവക്കൂട്ട് കീടനാശിനി ചെയ്യുന്നത്, അതായത് ജൈവ കീടനാശിനിയുടെ നമുക്ക് കാണിച്ചു തരാം ഇതിനെ തുരത്താനായിട്ടുള്ള. നോക്കിക്ക് നല്ല രസമുണ്ടല്ലേ. ഉണ്ടോ നമ്മളിതിൻ്റെ ഇടയ്ക്ക് പറിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ. വീഡിയോ എടുക്കുന്നതിനിടയ്ക്ക് ഞാൻ പറിക്കുന്നുമുണ്ട്. ഇവിടെ ഞാൻ മാത്രമല്ല കേട്ടോ, അപ്പച്ചനും ഉണ്ട്, ജോഷുനുണ്ട്, എൻ്റെ അനിയത്തിയൊക്കെ ഉണ്ട്. അപ്പം ഇവരെല്ലാവരും കൂടി ഇതിൻ്റെ ഇടയ്ക്ക് പറിക്കുന്നുണ്ട്. വീഡിയോയിലോട്ട് വരാനായിട്ട് മടി കാരണമാണേ വരാത്തത്. ഇത് നമ്മൾ വിത്തിനിട്ടേക്കുന്ന ജോഷുഞ്ഞേ. ഇത് കണ്ടോ നമ്മൾ ആ യോനാനുറുമ്പ് കയറി കഴിഞ്ഞിട്ടുള്ള ഇത് കണ്ടോ. നമ്മളത് തൂത്ത് കളഞ്ഞ് കഴിയുമ്പോൾ ചിലതിങ്ങനെ ഇത് കണ്ടോ ഇങ്ങനെ അത് കത്തിക്ക് കേട്ടോ. അവർ ആഴ്ന്ന് ഇറങ്ങിയില്ല ഭാഗ്യത്തിന്. കണ്ടോ ചോദിച്ചു കണ്ടോ. അവർക്ക് പയറുമണി നശിപ്പിക്കാൻ പറ്റിയില്ല. അവിടെ എത്തിയപ്പോഴത്തേക്ക് നമ്മൾ ഇങ്ങനെ അവരെ കൊന്നു കളഞ്ഞുകൊണ്ട് നമ്മുടെ പയർ രക്ഷപ്പെട്ടു. ഇതൊക്കെ നമ്മൾ വിത്തിനെടുക്കുവാണ് കേട്ടോ. അടുത്ത് നടുമ്പോഴത്തേക്കും നമുക്ക് അതായത് പുറത്തുനിന്നൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല. കാശ് കൊടുത്ത് എപ്പോഴും 10 രൂപയുടെ പാക്കറ്റ് എപ്പോഴും നമ്മൾ കടയിൽ പോയി മേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അല്ലെങ്കിൽ നമ്മൾ ഓരോ വീട്ടിൽ കൂടെ ചെന്ന് വിത്ത് തരാമെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ കൃഷി ചെയ്യുന്നവരുടെ അടുത്ത് നിന്ന്. അപ്പോൾ നമുക്ക് തന്നെ ഉണ്ടെങ്കിൽ നമുക്കും അടുത്ത തവണ നമുക്ക് ഇത് തന്നെ മതിയല്ലോ. അത് നല്ല ഗുണമേന്മയുള്ള വിത്ത് നമ്മുടെ കയ്യിൽ തന്നെ നമുക്ക് ഉറപ്പാക്കാനായിട്ട് സാധിക്കും ഇങ്ങനെ വിത്തിനെടുത്ത് വെച്ച് കഴിയുമ്പോൾ. അപ്പം അങ്ങനെ നമ്മൾ കുറച്ച് വിത്തിനിടുന്നുണ്ട് കേട്ടോ. ഇത് നോക്കിക്കേ. ഇതാട്ടോ നമ്മുടെ ഇന്നത്തെ വള്ളിപ്പയറിൻ്റെ നമ്മുടെ വിളവെടുപ്പ് ഒന്ന് കിട്ടിയത്. ആദ്യത്തെ വിളവെടുപ്പാണ് കേട്ടോ നമ്മുടെ വള്ളിപ്പയർ. കണ്ടോ ചോദിച്ചോ? ഇഷ്ടപ്പെട്ടോ? ഇത് നമ്മളിനി എന്നാ ചെയ്യാൻ വേണ്ടി പോകുന്നേ? കറി വെച്ച് സ്റ്റൗവിൽ കണ്ടിച്ച് വെക്കുമെന്നാണ് ജോജു പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കടയിലോട്ട് കൊടുക്കാനുള്ളതില്ല കേട്ടോ. അപ്പം ഇത് നമ്മൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി എടുക്കുന്നുള്ളൂ. അപ്പം ഇനിയിപ്പോൾ ഇതിപ്പോൾ വേനൽക്കാലമൊക്കെ ആയില്ലേ. ഇനിയിപ്പോൾ വിത്തിനൊക്കെ നമ്മളിവിടെ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മളത് കൂടുതൽ വിത്തൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് നമ്മൾ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. അപ്പം ഇത് നന്നായിട്ട് കായ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഉണ്ടിട്ട് ഇതിനകത്ത് മൂക്കാനൊക്കെ നിർത്തിയിട്ടുണ്ട്. അതുപോലെ പറിക്കാൻ ചെറിയത് ഇനി ആയി വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ നമ്മുടെ ആവശ്യത്തിന് നമ്മളൊന്ന് ശേഖരിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത് നമ്മൾ നന്നായിട്ട് മൂക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ നിന്ന് വിത്ത് എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ഇത് വിപുലീകരിച്ച് വലിയൊരു തോട്ടമാക്കി കൃഷി ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് കടയിലോട്ട് കൊടുക്കാനില്ല. നമ്മൾ കുറ്റിപ്പയർ കടയിൽ കൊടുത്തതിനെക്കുറിച്ചാണ് മുമ്പ് സൂചിപ്പിച്ചത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ വേറൊരു സന്തോഷ വാർത്തയും കൂടെ ഉണ്ട്. ഞാൻ ആദ്യം പറയണ്ടായിരുന്നു, മറന്നുപോയി. നമുക്ക് 91 കുടുംബാംഗങ്ങളായിട്ടോ. നമ്മുടെ 91 കുടുംബാംഗങ്ങൾക്കും പ്രത്യേകം നന്ദി. ഇനി നമ്മുടെ കുടുംബത്തിലോട്ട് എല്ലാവരും കടന്നു വരണം കേട്ടോ. എല്ലാവരും കടന്നു വരണം എന്ന് പറഞ്ഞു ചോദിച്ചു. കടന്നു വരണം, കുടുംബത്തിലോട്ട് കടന്നു വരണം. ഞാൻ മലയാളം ടീച്ചർ, എൻ്റെ കൊച്ച് നന്നായിട്ട് പറഞ്ഞേ. കുടുംബത്തിലോട്ട് കടന്നു വരണം. സാരമില്ല, പതുക്കെ ആക്കി എടുക്കാം. കുഞ്ഞു വാവയല്ലേ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ കൊടുത്തേ. എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞേ. അത് ചെയ്തേക്കണം കേട്ടോ. ഓക്കേ.